കുടുംബം, കിങ്ഡം, ഓർഡർ, സ്പീഷീസ്. എന്താണ് നമ്മുടെ ചോദ്യം? വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം. മാംസ്യം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള ജീവികളാണ് കാർണിവോറസിൽ വരുന്നത്. മാംസഭോജികളാണ്. എല്ലാവർക്കും കീ ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷർമിള. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന KTET LP UP പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുമാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം. കുടുംബം, കിങ്ഡം, ഓർഡർ, സ്പീഷീസ്. എന്താണ് നമ്മുടെ ചോദ്യം? വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കുടുംബം, കിങ്ഡം, ഓർഡർ, സ്പീഷീസ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നോക്കുന്നതിന് മുമ്പ് നമുക്ക് വർഗീകരണ ശാസ്ത്രം എന്താണെന്ന് നോക്കാം. എന്താണ് വർഗീകരണ ശാസ്ത്രം അഥവാ ടാക്സോണമി? ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവയെ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം തിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ, ബാഹ്യഘടന, ആന്തരഘടന, പരിണാമചരിത്രം എന്നിവ പഠന വിധേയമാക്കുന്നു. അപ്പോൾ എന്താണ് വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ, ബാഹ്യഘടന, ആന്തരഘടന, പരിണാമചരിത്രം, ജനിതക ഘടന ഇവയൊക്കെ പഠന വിധേയമാക്കുന്നുണ്ട്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനിയേഴ്സ് ആണ്. നമുക്കറിയാം, സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ വലിയ ഗ്രൂപ്പുകളായും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ഗ്രൂപ്പുകളായും ജീവികളെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ വർഗീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ, അവയുടെ ബാഹ്യഘടന, ആന്തരഘടന, ജനിതക ഘടന, പരിണാമചരിത്രം ഇവയൊക്കെ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വർഗീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. എന്താണ് സ്പീഷീസ്? സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന കഴിയുന്ന ജീവികളുടെ ഗണത്തെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. എന്താണ്? സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണത്തെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ വർഗീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ സ്പീഷീസാണ്. ഒരേ സ്പീഷീസിൽ പെടുന്ന ജീവികൾ തമ്മിൽ ഒരേപോലെ സമാനതകൾ ഉണ്ടായിരിക്കും. ഒരേ സ്പീഷീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിൽ സാമ്യതയുണ്ടായിരിക്കും. പിന്നെയോ സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ ജീനസ് എന്ന് പറയുന്നത്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ജീനസുകൾ ചേർന്നാണ് ഫാമിലി ഉണ്ടാകുന്നത്. ഫാമിലികൾ ചേർന്നാണ് ഓർഡറുകൾ ഉണ്ടാകുന്നത്. ഓർഡറുകൾ ചേർന്ന് ക്ലാസുകൾ രൂപപ്പെടുന്നു. വിവിധ ക്ലാസുകൾ ചേർന്ന് ഫൈലം രൂപപ്പെടുന്നു. വിവിധ ഫൈലങ്ങൾ ചേർന്ന് കിങ്ഡം രൂപം കൊള്ളുന്നു. അപ്പോൾ എന്താണ് കിങ്ഡം? വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം. അപ്പോൾ വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലം എന്താണ്? കിങ്ഡമാണ്. അപ്പോൾ വർഗീകരണത്തിലെ അടിസ്ഥാന തലമോ അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള തലം ഏതാണ്? സ്പീഷീസാണ്. സ്പീഷീസുകൾ ചേർന്ന് ജീനസുകൾ ഉണ്ടാകുന്നു. ജീനസുകൾ ചേർന്ന് ഫാമിലി രൂപപ്പെടുന്നു. ഫാമിലികൾ ചേർന്ന് ഓർഡറുകൾ ചേർന്ന് ക്ലാസുകളും, വിവിധ ക്ലാസുകൾ ചേർന്ന് ഫൈലങ്ങളും, വിവിധ ഫൈലങ്ങൾ ചേർന്ന് കിങ്ഡവും രൂപപ്പെടുന്നു. ഇനി ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. വർഗീകരണത്തിൻ്റെ തലങ്ങൾ, അതായത് പൂച്ചയുടെ എക്സാമ്പിളിലൂടെ നമുക്ക് പരിശോധിക്കാം. കിങ്ഡം അനിമേലിയ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്നു കിങ്ഡം അനിമേലിയയിൽ. എന്താണ്? എല്ലാ ജന്തുക്കളും വരുന്നതാണ് കിങ്ഡം അനിമേലിയയിൽ. അവിടെ ഫൈലം കോർഡേറ്റ ആയാലോ? ഫൈലം കോർഡേറ്റയിൽ നട്ടെല്ലുള്ള ജീവികൾ ഉൾപ്പെടുന്നു. നട്ടെല്ലുള്ള ജീവികൾ മാത്രം ഉൾപ്പെടുന്നത് കോർഡേറ്റയിലാണ്. ഏതാണ്? കിങ്ഡം അനിമേലിയയിൽ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. അപ്പോൾ ഫൈലം കോർഡേറ്റ, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഫൈലം കോർഡേറ്റയിലോ നട്ടെല്ലുള്ള ജീവികൾ മാത്രം ഉൾപ്പെടുന്നു. ഇനി അടുത്തതാണ് ക്ലാസ് മമേലിയ.
അവയുടെ പ്രത്യേകതകളുണ്ട്. നട്ടലുള്ള ജീവികളുടെ ഒപ്പം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികൾ ഉൾപ്പെടുന്നു. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരുൾപ്പെടുന്ന നട്ടലുള്ള ജീവിവിഭാഗമാണ് ക്ലാസ് മമേലിയ. നമുക്കറിയാം കിങ്ഡം അനിമേലിയാണ്. ഫൈലങ്ങൾ ചേർന്ന് കിങ്ഡം ഉണ്ടാകുന്നു, ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം ഉണ്ടാകുന്നു അല്ലേ. നോക്കിക്കേ, ഇനി നമ്മൾ ഓർഡർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓർഡർ കാർണിവോറയിൽ മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ്. അപ്പോൾ ഓർഡർ കാർണിവോറസ്. കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് മമേലിയകളുടെ സവിശേഷതകളുണ്ട്. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ള ജീവികളാണ്. അതോടൊപ്പം തന്നെ എന്താണ് അവയുടെ പ്രത്യേകതകൾ? മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള ജീവി വിഭാഗമാണ് ഓർഡർ കാർണിവോറയിൽ വരുന്നത്. അവിടെ നിന്ന് ഫാമിലി ഫെലിഡിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾ? എന്താണ് കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞത്? മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള ജീവികളാണ് കാർണിവോറസിൽ വരുന്നത്. മാംസഭോജികളാണ്. പിന്നെ എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അത്? ഫെലിഡയിലേക്ക് വരുമ്പോഴത്തേക്കും നട്ടെല്ലുണ്ട്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ്, മാംസം കടിച്ചു കീറുന്നവരാണ്, പിന്നെയോ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ള ജീവികളായി അത് ചുരുങ്ങുന്നു. ഫാമിലി ഫെലിഡയിലേക്ക് വരുമ്പോൾ ആ ഫെലിഡയുടെ സവിശേഷതകൾ എന്താണ്? ഓർഡർ കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൻ്റെ ഉള്ളിലേക്ക് നഖങ്ങൾ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ള ജീവികളുടെ വിഭാഗമാണ്. ഇനി ജീനസ് ഫെലിസ് വന്നു കഴിഞ്ഞാലോ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ശരീരമാണ് അവർക്ക്. അതുപോലെ തന്നെ ഗർജിക്കാത്തവയാണ്. അപ്പം നോക്കിക്കേ, എന്താണ് ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നതിനോടൊപ്പം അവർക്ക് എന്താണ്? ചെറിയ ശരീരമാണ്. അവർക്ക് ഗർജനശേഷി ഇല്ല. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ സിംഹത്തെയും കടുവയും വെച്ച് നോക്കുമ്പോൾ പൂച്ച അതുപോലെ ഗർജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇനി നോക്കിക്കേ, ഇനി സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് വന്നു കഴിഞ്ഞാൽ ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നു. അപ്പം എന്താണ്? ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകൾക്കൊപ്പം പിന്നെയോ പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നു. അപ്പോൾ പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സുകളുണ്ടാവും. നിങ്ങൾക്ക് കീ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസും റെക്കോർഡർ ക്ലാസ്സുകളും ലൈവ് സെക്ഷൻസും ഒക്കെയായി നിങ്ങൾക്ക് മുന്നിലേക്ക് കീ ലേണിംഗ് എത്തിയിരിക്കുകയാണ്. LP UP KTT ക്ലാസ്സുകളൊക്കെയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.